ഹായ് ഗൈസ്, കേശു ആൻഡ് ഫാമിലി ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വാലൻറ്റൈൻസ് ഡേയും എൻ്റെ ബർത്ത്ഡേയും ഒരേ ഡേറ്റിലാവുന്നത്. സാധാരണ എല്ലാ വാലൻറ്റൈൻസ് ഡേക്കും ഞാൻ അങ്ങോട്ടാണ് സർപ്രൈസ് കൊടുക്കാറുണ്ടെങ്കിലും ഇത്തവണ അവൾ ഡബിൾ ഇരട്ടിയായിട്ടാണ് എനിക്ക് തിരിച്ചു തന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൽ എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഓൾറെഡി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി എൻ്റെ വക ഒരു ബിഗ് താങ്ക്സ്. അങ്ങനെ രാത്രി 12 മണിക്ക് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് കേക്ക് മുറിപ്പിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റെങ്കിലും എന്താ നടക്കുന്ന ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു. ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കേശുവിനെ എണീപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ആളെ മൂഡ് അത്ര ഓക്കെ അല്ലായിരുന്നു. അങ്ങനെ അവരെ എല്ലാം കൂട്ടി ഹോളിലേക്ക് ചെന്നു. അവരെ വിഷസ് എല്ലാം അറിയിച്ചു. അതിനിടയ്ക്ക് വൈഫ് ഒരു ഗിഫ്റ്റെല്ലാം സമ്മാനിച്ചു. അതിനിടയ്ക്ക് കേശുവിനെ മാക്സിമം എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആൾ എണീക്കുന്നേ ഉള്ളായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കുഞ്ഞു ചക്കി നല്ല ആക്റ്റീവായിരുന്നു. കണ്ടില്ലേ അവളുടെ ക്ലാപ്പിംഗ് ഒക്കെ? അവൾക്ക് തീരെ ഉറക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും ഷെയർ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ചു. അപ്പോഴാണ് വൈഫ് തന്ന ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ തീരെ വിചാരിച്ചില്ല കേട്ടോ ഈ ഒരു ഗിഫ്റ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഈ ആസാമെന്ന് ഇതൊക്കെ ഒപ്പിച്ചെടുക്കാൻ ആൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. ഒരു നല്ല ഷൂവും ടീഷർട്ടും പിന്നെ ഞങ്ങളുടെ ഒരു സീക്രട്ട് ലെറ്ററും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അതിനിടയ്ക്ക് നമ്മുടെ മല്ലു ഗേൾസ് വാലൻറ്റൈൻസ് ഡേ സർപ്രൈസുമായിട്ട് രംഗത്തെത്തി. അത് അവരുടെ കെട്ടുകന്മാർക്ക് നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. കണ്ടില്ലേ എല്ലാവരുടെയും ഫേസ് അന്തം വിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുമെന്ന് അവന്മാർ തീരെ വിചാരിച്ചിട്ടുണ്ടാവില്ല, കൂടെ ഞാനും. പിന്നെ എല്ലാവരും അവരവരുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന തിരക്കിലായിരുന്നു. മോർണിംഗിൽ എല്ലാവർക്കും ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് അവരവരുടെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അന്ന് ഈവനിങ് എല്ലാവരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ ഒരു സമയം നോക്കി നമ്മൾ ചെറിയൊരു ഫുഡൊക്കെ സെറ്റാക്കിയിരുന്നു. അങ്ങനെ നമ്മുടെ മല്ലു ഫാമിലീസ് പിന്നെയും എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാട്ടോ വന്നത്. നല്ലൊരു ഷർട്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്യാത്തൊരു കളറായിരുന്നു, പക്ഷേ ഇട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ എല്ലാവരും ഷർട്ടിനെ കുറിച്ചായ ഡിസ്കഷൻ. അപ്പോഴാണ് വൈഫ് പറയുന്നത് അവളെനിക്ക് വേണ്ടി നോട്ടം ഇട്ട് വെച്ച ഷർട്ടായിരുന്നു ഇതെന്ന്. ഇത് കിട്ടിയപ്പം അവളും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്കായി. ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് ഫെസിലിറ്റീസ് എല്ലാം കുറച്ച് കുറവായിരുന്നു. നമ്മൾ പതുക്കെ ഒരു വീടാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും നല്ല അഡ്ജസ്റ്റ്മെൻറ്റാണ്. ആർക്കും നിലത്തിരുന്ന് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഇതിൽ 2 വിദ്വാന്മാർ ഇരിക്കുമ്പോൾ ലാലേട്ടനെ പോലെ ഒരു ചരിവാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ചമ്രം ഇരുന്ന് ശീലമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞ് സിനിമയൊക്കെ കണ്ട് നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലിലൊരു നെയ്ച്ചോറും ചിക്കനൊക്കെ കഴിച്ച് എല്ലാവരും കുശലൊക്കെ പറഞ്ഞിരുന്നു. ആ വൈറ്റ് ടീഷർട്ട് ഇട്ട വിദ്വാനാണ് കേട്ടോ ഞാൻ പറഞ്ഞ ലാലേട്ടൻ. രണ്ടാമത്തേതാ ഇതും. നമ്മുടെ കേസ് ഇതാ സൈഡിലിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഒറ്റയ്ക്ക് കഴിച്ച ശീലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ പരുവം പറച്ചിലാണ് പിന്നെ പണി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ മല്ലു ഗേൾസ് റൂമിൽ കഥ പറയുന്ന തിരക്കിലും മല്ലു ബോയ്സ് ആണെങ്കിലോ കേശുയുടെ കൂടെ കളിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ കളിച്ച് റോഡ് വരെ എത്തിയിട്ടോ നമ്മളെ കളി. അങ്ങനെ കളിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. സമയം 12 മണി. നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ള ഒറ്റ കാരണം കൊണ്ട് എല്ലാവരും ബൈ ബൈ പറഞ്ഞു. ഞാനും ബൈ ബൈ.